ഹലോ, എല്ലാവർക്കും രുചിനേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പഴംപൊരി. അതിന് നമുക്ക് വേണ്ടത് 3 അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് മൈദ വേണം, പഞ്ചസാര, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകം, അതിനാവശ്യമായ വെള്ളം, എണ്ണ. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു വലിയൊരു സ്പൂണിന് 4 സ്പൂൺ മൈദയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിന് അളവ് നമ്മുടെ ഇതിനനുസരിച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പഞ്ചസാര ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട്, അര ടീസ്പൂൺ പഞ്ചസാര ഇടാം. ഇനി അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അധികം കൂടുതൽ ഇടാൻ പാടില്ല, എന്നാൽ നമുക്കൊരു മഞ്ഞയുടെ ഒരു ചുവ വരും. അതുപോലെ തന്നെ പഞ്ചസാരയും കൂടുതൽ വേണ്ട, 1/2 ടീസ്പൂണൊക്കെ മതി. കൂടുതലായിക്കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി കരിയാൻ സാധ്യത വളരെ കൂടുതലാണ്, അതുകൊണ്ട് അധികം വേണ്ട. പിന്നെ നന്നായിട്ട് നമുക്കിനെ മിക്സ് ചെയ്ത് ഒരു തരി പോലും ഇല്ലാത്ത, ഒരു ബബിൾസ് പോലും ഇല്ലാത്ത രീതിയിൽ ഉള്ള ബാറ്ററാണ് നമുക്ക് ആക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്കിതിനെ പഴംപൊരിയെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് പാം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പാം ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിലേക്ക് എണ്ണ പിടിച്ചെടുക്കാൻ ഭയങ്കര സാധ്യത കൂടുതൽ, അതുകൊണ്ട് പാം ഓയിൽ മതി. ഇനി പാം ഓയിൽ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് ഒരു കുഞ്ഞ് സ്പൂണിൽ കുറച്ച് അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്ന് പൊന്തി വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ എണ്ണ ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്ന്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഓരോരോ പഴമായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം നമുക്ക് ആ പഴം എടുത്ത് ബാറ്ററിലിട്ട് ചെയ്താൽ മതി. കണ്ടോ, നമുക്ക് പറ്റുന്ന മാക്സിമം നമുക്ക് എത്ര ഇടാൻ പറ്റുമോ അത്ര, അതിനനുസരിച്ച് നമുക്ക് പഴംപൊരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം പഴംപൊരി ഒന്ന് മുങ്ങി നിൽക്കണ രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിനൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അതിനൊന്ന് വിടിയിക്കുക. ഇപ്പം നമ്മൾ ഒന്നിൻ്റെ പുറത്ത് ഒന്നും ആയെങ്കിൽ അതൊന്ന് വിടിയിച്ചെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല പഴുത്ത പഴമാണ് എടുക്കണമെങ്കിൽ നമുക്ക് ക്രിസ്പിനെസ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ക്രിസ്പി അല്ലാതെ കുറച്ച് പഴുപ്പ് കുറവാണെങ്കിൽ ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ ഒന്ന് നന്നായി വേവണമല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്മ് കുറച്ച് വേണം എപ്പോഴും വയ്ക്കാൻ വേണ്ടി. നമുക്ക് ഉള്ളിൽ വേവാനുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ സ്റ്റവ് കുറച്ച് വെച്ചിട്ടുണ്ടാക്കണതാണ് നല്ലത്. നമ്മൾ ഇതിലേക്ക് മറിച്ച് കൊടുക്കാം. നമുക്ക് കണ്ടോ, ഇതുപോലെ ഒന്ന് വിടിയിക്കണം, എങ്കിൽ മാത്രമേ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവാൻ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ടതാണ്. ആദ്യത്തത് എടുക്കണത് കാണിക്കാൻ പറ്റിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് സാരമില്ല. എന്തായാലും കോരി എടുക്കുന്ന എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ അല്ലേ? ഓക്കെ, കണ്ടോ, ഏകദേശം നമ്മുടെ പഴംപൊരി ആയെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ച് വന്നൊരു ബ്രൗൺ കളറാവും. അപ്പോൾ ആ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഓക്കെ ആയി എന്നുള്ളത്, അതായത് നമ്മുടെ പഴംപൊരി തയ്യാറായി എന്നുള്ളത്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അതുപോലെ ഞാൻ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ പഴംപൊരി തയ്യാറായിട്ടുണ്ട്. കണ്ടോ, തയ്യാറായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.